ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2024 ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ക്രൈറ്റീരിയ അറിയുക മൂലം ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന്റെ ഒരുപാട് ഡൗട്ട് ദൂരീകരിക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഈ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പയാണോ, യൂട്യൂബും ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം മനസ്സിലാക്കാൻ ഈ വീഡിയോ കൊണ്ട് ഉപകരിക്കും. എന്താന്ന് വെച്ചാൽ ഫേസ്ബുക്ക് വളരെയധികം ക്രൈറ്റീരിയ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളത് ഏതൊരു തുടക്കക്കാരായിട്ടുള്ള ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്യണം, അതിൽ നിന്ന് ഏണിങ്സ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ യൂട്യൂബേഴ്സ് ഫോർ മലയാളം എന്നൊരു ചാനൽ ഉണ്ട് എനിക്ക്. അതിൽ ഒരുപാട് ഫാമിലി യൂട്യൂബിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അവർക്ക് അവരുടെ വീഡിയോ തന്നെ, ഇപ്പൊ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്സ് വീഡിയോ ആയിക്കോട്ടെ, അതെല്ലാം രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ ലോങ് വീഡിയോ ഇടുമ്പോൾ ഇൻസ്ട്രീം ആഡ്സ് ഓൺ ആക്കാൻ പറ്റും, ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ ആഡ്സ് ഓൺ റീൽസ് ഓൺ ആക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഉള്ള ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉള്ള മെയിൻ ആയിട്ടുള്ള കാരണം, ആ ഒരു ചാനലിലുള്ള എന്റെ യൂട്യൂബേഴ്സ് ഫോർ മലയാളം എന്ന ചാനലിലെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന് ഫേസ്ബുക്കിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കാം. അപ്പൊ അവർക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. കുറച്ച് ലെങ്ത് ആയിരിക്കും, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കോംപ്ലിക്കേറ്റഡ്, ഇതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്, യൂട്യൂബ് പോലെയല്ല. അപ്പൊ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ അത് മനസ്സിലാവാതെ പോകും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം, എല്ലാവർക്കും മനസ്സിലാവണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്. അറിയുന്നവർക്ക് ഈ വീഡിയോ കാണണമെന്നില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടാത്ത പുതുതായിട്ട് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ കിട്ടണം, അതിൽ പേജ് തുടങ്ങണം, അതിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലോട്ട് പോകാം. ഞാനിവിടെ ഫേസ്ബുക്ക് എന്റെ ഓപ്പൺ ആക്കുന്നുണ്ട്. ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്റെ ഫേസ്ബുക്ക് യൂട്യൂബേഴ്സ് ഫോർ മലയാളം എന്ന ഒരു ഫേസ്ബുക്ക് ഞാൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഡാഷ്ബോർഡാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോമിനെ കുറിച്ച്. അതിൽ ഒരുപാട് കാര്യങ്ങളാണ്. ഒന്നുമില്ല, നമ്മുടെ എത്ര ഫോളോവേഴ്സ് ഉണ്ട് കണ്ടോ, ഇവിടെ ഫോളോവേഴ്സ് 971 ഫോളോവേഴ്സ് ഉള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഹോമിൽ കാണാൻ പറ്റും. ലാസ്റ്റ് ആണ് മോണിറ്റൈസേഷൻ. ഈ ക്രിയേഷൻ എന്താണ്, നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വീഡിയോയുടെ ലെവലൊക്കെയാണ് ഇതിൽ നോക്കി കാണേണ്ടത്. എൻഗേജ്മെന്റ് എവിടെ നിന്നൊക്കെയാണ് എൻഗേജ്മെന്റ് വരുന്നത് എന്നുള്ളത് ഇതിൽ നോക്കി കാണാൻ പറ്റും. മോണിറ്റൈസേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയകൾ അടങ്ങിയിരിക്കുന്നത്. സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ലൈവ് ആഡ്സ്, അതുപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു 6 എണ്ണം ഈ ഒരു പേജിലുണ്ട്. ഫേസ്ബുക്ക് പ്രൊഫൈൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ അതിൽ 4 എണ്ണമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അതിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ ലൈവ് ആഡ്സും ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയെല്ലാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പൊ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് നേടാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഈ സ്റ്റാർസ് എന്നുള്ളത് കേട്ടോ. ഈ സ്റ്റാർസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ അധികം എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഈ സ്റ്റാർസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ എനിക്ക് സ്റ്റാർസ് എനേബിൾ ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ചുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് സ്റ്റാർസ് നമുക്ക് എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വേറെ ഒന്നുമല്ല, മോണിറ്റൈസേഷന്റെ ഈ ഒരു ക്രൈറ്റീരിയ പോളിസി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എലിജിബിലിറ്റി കൺട്രി ആയിരിക്കണം. ഇന്ത്യ എലിജിബിലിറ്റി കൺട്രിയാണ്. ഈ എലിജിബിലിറ്റി കൺട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രി എലിജിബിലിറ്റി ഉള്ള കൺട്രി ആണോ എന്നുള്ളത് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ 500 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് 30 ദിവസത്തിന്റെ ഉള്ളിൽ 500 ഫോളോവേഴ്സ് നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർസ് എന്നുള്ള ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ അതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ്സ്ക്രിപ്ഷൻസ് എന്നുള്ളതാണ്. അതിന്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിനുശേഷം ആഡ്സ് ഓൺ റീൽസ്. ആഡ്സ് ഓൺ റീൽസിൽ വരുന്നത് നമ്മുടെ ഈ ഷോർട്സ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നന്നായിട്ട് അത്തരത്തിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, ഷോർട്സ് വീഡിയോസ് പോലെയുള്ള റീൽസ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, റീൽസിൽ ഇതിൽ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇടണം. അപ്പൊ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇതിന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യും, ഫേസ്ബുക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്യും. നമ്മുടെ കണ്ടന്റ് നല്ല ക്വാളിറ്റിയാണ്, നല്ല എൻഗേജ്മെന്റ് കൊണ്ടുതരുന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ആഡ്സ് ഓൺ റീൽസ് ഓൺ ചെയ്യാൻ വേണ്ടി ഇന്ന ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം വെറുതെ അവർ പറയാണ്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല കേട്ടോ. നിങ്ങളുടെ വീഡിയോ എൻഗേജ്മെന്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു ആഡ്സ് ഓൺ റീൽസ്. അത് അങ്ങനെ തന്നെ ആവുന്നതാണ്. പിന്നെ ബോണസ് കിട്ടുന്നതും ഇത്തരത്തിലാണ്. അതായത് ഇതിൽ നമുക്ക് എങ്ങനെയാണ് അറിയോ, കണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫേസ്ബുക്ക് തന്നെ തരുന്നതാണ്. $500 തൊട്ടിട്ട് $1500 വരെ നമുക്ക് ബോണസ് കിട്ടും. മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു ഷോർട്സിന് ബോണസ് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോഴും ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ബോണസ്. നമ്മുടെ വീഡിയോ നല്ല എൻഗേജ്മെന്റ് കൊണ്ടുവരുന്നു, നല്ല പെർഫോമൻസ് ആണ്, നല്ല രീതിയിൽ തന്നെ ഇതിൽ ആക്സസ് ഇതിലുണ്ടോ ഏൺ ഓൺ യുവർ ടേംസ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ എൻഗേജ്മെന്റ് കൊണ്ടുവരുന്നു, നല്ല രീതിയിൽ തന്നെ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്സ് വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ ആർട്സ് ഓൺ റീൽസ് വീഡിയോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് എൻഗേജ് കൊണ്ടുവരുമ്പോൾ ഇവര് തന്നെ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഇത്തരത്തിൽ ബോണസ് ആയി തരും. ഓക്കെ, അതിന് $500 തൊട്ട് $1500 വരെയാണ് നമുക്ക് ബോണസ് പേയ്മെന്റ് ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അതാണ് ബോണസ് എന്നുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും താഴത്ത് പറഞ്ഞുതരാം, ഇൻസ്ട്രീം ആർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലോങ് വീഡിയോ ആർട്സ് എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബിലൊക്കെ ലോങ് വീഡിയോ ആർട്സ് നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സ് വീഡിയോയും എല്ലാം നമുക്ക് ഒരു ട്രിപ്പ് ഒരു ആർട്സ് ഷോർട്സ് ലോങ് വീഡിയോയുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയ എല്ലാ മോണിറ്റൈസേഷൻ കിട്ടും, ലൈവും ഒക്കെ കിട്ടും. പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല. ഇപ്പൊ ഇൻസ്ട്രീം ആർട്സിന്റെ ഇത് ലോങ് വീഡിയോയുടെ ഇതാണ് വന്നിരിക്കുന്നത്. ലോങ് വീഡിയോ ഇടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വാച്ച് ടൈം, അതായത് മിനിറ്റ്സ് കണക്കാക്കിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രീം ആർട്സ് ഓൺ ആക്കി കിട്ടുക. അതിന്റെ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നത് എലിജിബിൾ കൺട്രി ആയിരിക്കണം. എലിജിബിലിറ്റി കൺട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നിങ്ങളുടെ കൺട്രി ഇന്ത്യ ആണോ, ഏത് കൺട്രിയിലാണോ അവിടെ എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കി കാണാൻ പറ്റും. രണ്ടാമത്തെ വന്നിരിക്കുന്നത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന്റെ പോളിസി. അതായത് ഇത് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇത് രണ്ടാമത്തെ പെട്ടെന്ന് നമുക്ക് ഡൺ ആവില്ല. ഈ താഴെ ഉള്ളതൊക്കെ ഡൺ ആയിട്ടാണ് ഈ മോണിറ്റൈസേഷൻ പോളിസി ഡൺ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് എലിജിബിൾ കൺട്രി ഡൺ ആയി, അതിനുശേഷം രണ്ടാമത്തെ എന്തുകൊണ്ട് ഡൺ ആവുള്ളവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താഴത്തെ ഫോക്കസ് ചെയ്താൽ മതി. താഴത്തെ എന്താണ് 5000 ഫോളോവേഴ്സ് വേണം. കണ്ടോ, ഇവിടെ ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ വേണം എന്നൊന്നും പറയുന്നില്ല. 5000 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് 60000 മിനിറ്റ്സ് വേണം 60 ഡേയ്സിന്റെ ഉള്ളിൽ. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് 60000 മിനിറ്റ്സ് വേണം 60 ഡേയ്സിന്റെ ഉള്ളിൽ ആവണം. അതായത് 2 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് 60000 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിരിക്കണം ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 5000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. അതിനുശേഷം താഴെ പറയുന്നത് 5 വീഡിയോ ഉണ്ടായിരിക്കണം 30 ദിവസത്തിനുള്ളിൽ 5 വീഡിയോ. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഇടുന്നത് തന്നെയാണ്. 5 വീഡിയോ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ നിന്നുള്ള റവന്യൂ സമ്പാദിക്കാൻ പറ്റും. ഇവിടെ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുമ്പോൾ മോണിറ്റൈസേഷൻ പോളിസി അത് കംപ്ലീറ്റ് ആയിരിക്കണം. അതാണ് ഒരുപാട് പേർക്ക് ഇവിടെ സ്റ്റക്ക് ആവുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഇടുകയാണ്, ഒരു പ്രോബ്ലം ഇല്ലാത്ത കണ്ടന്റ് ഇടുന്ന വെച്ചാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പോളിസിയിൽ യാതൊരു പ്രോബ്ലം സംഭവിക്കില്ല. ഒരുപാട് പേരുടെ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇൻസ്ട്രീം ആർട്സ് ഓൺ ആവണില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലമാണ് വരുന്നത്. അത് മോണിറ്റൈസേഷൻ പോളിസി വയലേഷൻ ചെയ്യുന്നതിലൂടെയാണ് ഒരുപാട് പേരുടെ ഈ ഒരു ആർട്സ് പെൻഡിങ് ആവുന്നത് കേട്ടോ. ഇത് പെൻഡിങ് ആയ വേറെ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ആർട്സ് ഓൺ റീൽസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലൂടെ സമ്പാദിക്കാൻ പറ്റും. അതിലൂടെ ആർട്സ് ഓൺ റീൽസിൽ വീഡിയോസ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ലോങ് വീഡിയോയുടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രീം ആർട്സ് ഓൺ ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ക്രൈറ്റീരിയ. ഇനി നമുക്ക് ലൈവ് ആർട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ലൈവ് ആർട്സ് അത് എന്തുകൊണ്ടാണ് പിന്നീട് പറയുന്നത് വെച്ചാൽ അതെല്ലാം മുമ്പ് പറഞ്ഞതുമായിട്ട് ലിങ്ക് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് ക്രിയേറ്റീവ് വീഡിയോ നന്നായിട്ട് ലൈവ് വീഡിയോ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് എലിജിബിലിറ്റി കൺട്രിയിൽ തന്നെ ഉള്ളതായിരിക്കണം. അതുപോലെ ഇതിന്റെ മോണിറ്റൈസേഷൻ പോളിസി, ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പോളിസി കണ്ടന്റ് എല്ലാം അത് നന്നായി ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കണം. ഇതിൽ 10,000 ഫോളോവേഴ്സ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. 10,000 ഫോളോവേഴ്സ് ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ എന്നൊന്നും പറയുന്നില്ല. 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് 6 ലക്ഷം മിനിറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ലോങ് വീഡിയോ നമ്മൾ ഇടുന്നതിന്റെ 6 ലക്ഷം മിനിറ്റ്സ് നമുക്ക് ഇതിലുണ്ടായിരിക്കണം. 60 ദിവസം കൊണ്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വരും. ഓക്കെ, അത് 60 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 60,000 മിനിറ്റ്സ് ലൈവ് വീഡിയോയുടെ ഉണ്ടായിരിക്കണം. ഓക്കെ, 60,000 മിനിറ്റ്സ് ലൈവ് വീഡിയോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 വീഡിയോ ലാസ്റ്റ് 30 ദിവസത്തിനുള്ളിൽ ഇട്ടിരിക്കണം. അതുപോലെ തന്നെ 3 വീഡിയോ നമ്മൾ ലൈവായിട്ട് ഇട്ടിരിക്കണം. ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ 3 വീഡിയോ നമ്മൾ ലൈവായിട്ട് ഇട്ടിരിക്കണം. ഇതാണ് അതിൽ പറയുന്നത്. പിന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ്. ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഒന്നും ഇല്ല ഇതിന്. എലിജിബിൾ കൺട്രി ആയിരിക്കണം. മോണിറ്റൈസേഷൻ പോളിസി ഇതിന്റെ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിക്ക് എതിരെ ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കണം. അത്രേ ഉള്ളൂ. ഈ സബ്സ്ക്രിപ്ഷൻ ഈ ഇത്തരത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിന്റ് മെമ്പർഷിപ്പ് തരുന്ന പോലെ തന്നെ നമ്മുടെ ഫാമിലി ഓരോ നമുക്ക് ഡൊണേറ്റ് ചെയ്യുക, കാശ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെയാണ്. അത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. ഇതും ഒരു മെമ്പർഷിപ്പ് എന്ന പോലെ തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയകളാണ് ഈ കാണിച്ചു തന്നത്.
അപ്പൊ ഇതിന്റെ ഈ ക്രൈറ്റീരിയ ഓരോന്ന് കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തൊക്കെ ഓൺ ആയാലാണ് എന്തൊക്കെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെ കിട്ടിയാലും നമ്മൾക്ക് ഇതിൽ പ്രത്യേകം പേ ഔട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ കറക്റ്റായി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ഈ ഫേസ്ബുക്ക് പേജുള്ള വ്യക്തിക്ക് പാൻ കാർഡ് ഉണ്ടായിരിക്കണം. പാൻ കാർഡിലുള്ള നെയിം ആയിരിക്കണം അതിൽ കൊടുക്കേണ്ടത്. പേ ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻഫോ വളരെ വ്യക്തമായിട്ട് തന്നെ പാൻ കാർഡിലുള്ള നെയിം വെച്ച് തന്നെ കൊടുത്തിരിക്കണം. ഞാൻ ഈയിടയ്ക്ക് ഒരു വ്യക്തിയുടെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൻ കാർഡിലുള്ള സെയിം നെയിം വെച്ചിട്ടാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ സക്സസ് ആയി. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. പേ ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കറക്റ്റായി കൊടുക്കണം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഏർണിങ്സ് ലഭിക്കും കേട്ടോ. ഫേസ്ബുക്കിൽ നിന്നും നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ക്രൈറ്റീരിയ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആർട്സ് ഓൺ റീൽസ് എന്ന് പറയുന്ന ആ വീഡിയോ നമ്മൾ ഡെയിലി ഒരു 2 വീഡിയോ ഒക്കെ റീൽസ് വീഡിയോ ഇടാൻ നോക്കുക, ലോങ് വീഡിയോ ഇടാൻ നോക്കുക. ഒരു വീഡിയോ ലോങ് വീഡിയോ ഇടാൻ നോക്കി നല്ല രീതിയിൽ എൻഗേജ്മെന്റ് കൊണ്ടുവന്നാൽ ഫേസ്ബുക്കിലും നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബിൽ ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിലും നമുക്ക് ഒരു കൈ നോക്കാൻ പറ്റും. കാരണം യൂട്യൂബിൽ വീഡിയോ എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട്. അതേ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്താൽ മതി, ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. ഷോർട്സ് ഇടുമ്പോൾ അതിലിടുമ്പോൾ അതേ ഇത് നമുക്ക് ഫേസ്ബുക്കിലും ഇടാം. ഓക്കെ, രണ്ടും വേറെ വേറെ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള പ്രോബ്ലം വരുമെന്നൊന്നും പേടിക്കേണ്ടതില്ല. ഒരു മെനക്കെടിൽ തന്നെ, അതായത് ഒരിക്കൽ കഷ്ടപ്പെടുന്നതിൽ തന്നെ 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കുക. ആഞ്ഞു പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. വളരെ പാടൊന്നുമല്ല. 60 ദിവസം കൊണ്ട് ഇത്തരത്തിലാവും എന്നൊക്കെ ചിന്തിക്കണില്ലേ. ഇതിൽ പെട്ടെന്ന് റീച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ വീഡിയോയിൽ എൻഗേജ്മെന്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഇതിൽ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വീഡിയോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ തമ്പനിയിൽ എങ്ങനെ വെക്കേണ്ടത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇനി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ഫാമിലിയുടെ അഭ്യർത്ഥന പ്രകാരം അത്തരത്തിലുള്ള കണ്ടന്റ് ആണ് കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.